കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് CRPC 125 അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള BNSS 146 പ്രകാരമുള്ള ഒരു കുടുംബ കോടതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കോടതി ഉത്തരവാണ്. അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഭാര്യയും ഭർത്താവും അകന്നു ജീവിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഭർത്താവിൽ നിന്നും ചെലവിന് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കേസ് കൊടുക്കുന്നു. ഈ സമയത്ത് ഭർത്താവിൻ്റെ ശരീരത്തിൽ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ച് 40% അദ്ദേഹത്തിന് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തി കൂടിയായി മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് 40% ബോഡി ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുവാനായിട്ട് കോടതി പറയുമോ പറയില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 3 പോയിന്റുകളാണ് ആ ഒരു വിധിയിൽ വന്നിട്ടുള്ളത്. ആ പോയിന്റുകൾ ആദ്യം പറയാം, അതിനുശേഷം എന്ത് സംഭവം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്: ഹസ്ബൻഡ് ഈസ് ലയബിൾ ടു പേ മെയിൻ്റനൻസ് ടു ഹിസ് വൈഫ് ഈവൺ ഇഫ് ഹി ഈസ് 40% ഡിസേബിൾഡ് ആൻഡ് നോട്ട് ബെഡ് റിഡൻ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്: The High Court noted that temporary nature of the husband's disability and the lack of evidence providing he was bedridden. Third point: despite the husband's argument that he was unable to work due to his injuries, the court emphasized his responsibility to provide maintenance. And then അടുത്ത പോയിന്റിൽ ഗ്രാമന്യായാലയം 1000 രൂപയായിരുന്നു വിധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു റിവിഷണൽ കോർട്ടിലേക്ക് എത്തിയപ്പോൾ അതെന്തായിട്ട് മാറി? 1000 രൂപ ഇൻക്രീസ്ഡ് ടു 5000 ആയിട്ട് മാറിയേക്കാണ്. എന്ന് പറയുകയാണെങ്കിൽ ഭർത്താവിന് ഒരു 40% വരെയൊക്കെയും ഒരു ബോഡിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് അയാളൊരു കിടപ്പ് രോഗിയായി മാറി എന്നുണ്ടെങ്കിൽ പോലും ആ ഭർത്താവ് എന്ത് ചെയ്യണം? ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുവാനായിട്ട് ബാധ്യസ്ഥനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ താൽക്കാലികമായിട്ട് ഇതുപോലെയുള്ള അപകടം സംഭവിച്ചിട്ട് എന്ത് തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ പോലും കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യയ്ക്ക് ഈ ഭർത്താവ് ചെലവിന് കൊടുത്തേ മതിയാകൂ എന്നും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രാമ ന്യായാലയ സഭ 1000 രൂപയായിരുന്നു വിധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കേസ് വന്നതിന് ശേഷം റിവിഷണൽ കോർട്ട് എന്ത് ചെയ്തു? 1000 രൂപ എന്ന് പറയുന്നത് 5000 രൂപയായിട്ട് ഉയർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വിധി നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു കാണാം. ബൈ.